Hello dear students, welcome to Physics by Grace YouTube channel. This is Dr. Saju K. John from Grace Institute of Advanced Physics. നമ്മൾ കഴിഞ്ഞ കുറച്ച് ലെക്ചേഴ്സ് ആയിട്ട് IIT JAM 2023 ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിലെ പല ക്വസ്റ്റ്യൻസ് ചെയ്യുകയായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ റിലേറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണ്. മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒന്നിലധികം കറക്റ്റ് ആയിട്ടുള്ള ആൻസറുകൾ അതിലുണ്ടാകാം. ഓക്കെ, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ബ്ലാക്ക് ബോർഡ് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ IIT JAM ഫിസിക്സിൻ്റെ സിലബസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിസിക്സിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ബ്ലാക്ക് ബോർഡ് റേഡിയേഷൻ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ സ്പെക്ട്രൽ എനർജി ഡെൻസിറ്റി UT ഓഫ് ലാംഡ വേഴ്സസ് വേവ് ലെങ്ത് കർവ് ഓഫ് എ ബ്ലാക്ക് ബോഡി ഷോസ് എ പീക്ക് അറ്റ് ലാംഡ equal to ലാംഡ മാക്സ് ഇഫ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ബ്ലാക്ക് ബോഡി ഈസ് ഡബിൾഡ് ദെൻ. നോക്കൂ, ഇവിടെ ചോദിച്ചിട്ടുള്ളത് സ്പെക്ട്രൽ എനർജി ഡെൻസിറ്റിയും അതേപോലെ തന്നെ ലാംഡയും തമ്മിലുള്ള കർവ്, വേവ് ലെങ്ത് തമ്മിലുള്ള കർവ്. സ്പെക്ട്രൽ എനർജി ഡെൻസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് UT ഓഫ് ലാംഡ എന്ന് എഴുതിയിട്ടുണ്ട്. ഓരോ പെർട്ടിക്കുലർ വേവ് ലെങ്ത്തിലും എമിറ്റ് ചെയ്യുന്ന എനർജി ഡെൻസിറ്റി, അതാണ് സ്പെക്ട്രൽ എനർജി ഡെൻസിറ്റി എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി പെർ ഒരു ബ്ലാക്ക് ബോഡി അല്ലേ. ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലാക്ക് ബോഡിയുടെ ഡെഫിനിഷൻ എന്താ? ഇറ്റ്സ് എ ബോഡി വിച്ച് അബ്സോർബ്സ് ഓൾ ദ വേവ് ലെങ്ത്സ് ഫോളിങ് ഓൺ ഇറ്റ്. അതിൽ വന്ന് വീഴുന്ന എല്ലാ വേവ് ലെങ്ത്തിനെയും അത് എന്ത് ചെയ്യാൻ പറ്റും? അബ്സോർബ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റെ എമിഷൻ ഒരു സ്പെക്ട്രം ഉണ്ട്. എല്ലാ വേവ് ലെങ്ത്തിനെയും അതിനെ എമിറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു പെർട്ടിക്കുലർ സ്പെക്ട്രാണ് എമിറ്റ് ചെയ്യാം. ആ സ്പെക്ട്രത്തിനൊരു പീക്ക് ഉണ്ടാവും. അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, പീക്ക് വേവ് ലെങ്ത് ലാംഡ. ഓക്കെ, അപ്പോൾ എനർജി പെർ യൂണിറ്റ് ഏരിയ. ഇപ്പോൾ ഇതൊരു ബ്ലാക്ക് ബോഡി ആണെങ്കിൽ അല്ലേ, ബ്ലാക്ക് ബോഡി എന്നുള്ള കൺസെപ്റ്റ് ഇതാണ്. അതിൽ വീഴുന്ന എല്ലാ റേഡിയേഷനും അബ്സോർബ് ചെയ്യണം. നമ്മൾ ജനറലി ഇപ്പോൾ സ്റ്റാർസിനെ ബ്ലാക്ക് ബോഡി എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, പെർഫെക്റ്റ് എന്നുള്ള അർത്ഥത്തിലല്ല. ബ്ലാക്ക് ബോഡി സ്റ്റാർസ് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സ്റ്റാർസിനെ ബ്ലാക്ക് ബോഡി. എർത്ത് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് പറയുമ്പോൾ എർത്തിനെ ഒരു ബ്ലാക്ക് ബോഡി പോലെ നമ്മൾ പറയാറുണ്ട്. എർത്ത് അതിൽ വരുന്ന റേഡിയേഷനെ എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു, പിന്നെ റീഎമിറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഒരു ബ്ലാക്ക് ബോഡി എന്നുള്ള കൺസെപ്റ്റ് എല്ലാ ബോഡിയിലും പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി ആകണമെന്നില്ല. ബ്ലാക്ക് ബോഡി അപ്രോക്സിമേഷനിലേക്ക് നമ്മൾ പല ബോഡികളും ചെയ്യാൻ. അപ്പോൾ ഇവിടെ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബോഡിയുടെ യൂണിറ്റ് ഏരിയയിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന എനർജി പെർ യൂണിറ്റ് ടൈമിൽ പെർ സെക്കൻഡ്. ഇതാണ് എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റിയും വേവ് ലെങ്ത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. എന്ന് പറഞ്ഞാൽ അതിനൊരു പീക്ക് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ലാംഡ മാക്സ് പറയുക. ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത്തിന് മാക്സ് അല്ലേ, വേവ് ലെങ്ത്തിലാണ് അത് മാക്സിമം എമിറ്റ് ചെയ്യുക. ആ സ്പെക്ട്രത്തിൻ്റെ എമിഷൻ സ്പെക്ട്രം ഓഫ് ദ ബ്ലാക്ക് ബോഡി എന്ന് പറയുക. എമിഷൻ സ്പെക്ട്രം ഓഫ് ദ ബ്ലാക്ക് ബോഡി. ഞാൻ ചുരുക്കി എഴുതട്ടെ. ഓക്കെ, ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ദ ടെമ്പറേച്ചർ ഓഫ് ദ ബ്ലാക്ക് ബോഡി ഈസ് ഡബിൾഡ്. ആക്ച്വലി ടെമ്പറേച്ചർ ഡബിൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ബ്ലാക്ക് ബോഡിയുടെ ടെമ്പറേച്ചർ ഡബിൾ ചെയ്യുമ്പോൾ ഇതൊരു T ടെമ്പറേച്ചർ ആണെന്ന് വയ്ക്കും. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, വെരി ഹൈ ടെമ്പറേച്ചർ, അപ്പോൾ 10,000 ഓക്കെ 10,000 കെൽവിൻ. ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്താ സംഭവിക്കാൻ ഞാൻ പറയാം. ടെമ്പറേച്ചർ ഇപ്പോൾ 10,000 ആണ് ഞാൻ ഉദ്ദേശിച്ചത്, 10,000 കെൽവിൻ. ഇതൊരു 5,000 കുറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പെക്ട്രം വിൽ ബി സംവാട്ട് ലൈക്ക് ദിസ്. ഇതിൻ്റെ ഉള്ളിലാണ് സ്പെക്ട്രം വരിക. ആ പീക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യും റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക്. എന്ന് പറഞ്ഞാൽ ഹയർ വേവ് ലെങ്ത് റീജിയനിലേക്ക് പീക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇത് 5,000 കെൽവിൻ ടെമ്പറേച്ചർ ഹാഫായിട്ടോ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡബിൾ ആകുന്ന കേസാണ് ഞാൻ പറയാതെ. അപ്പോൾ ഇങ്ങനെ കുറയും. അപ്പോൾ ഇതിൻ്റെ അടിയിലെ ഏരിയ കുറയും. അതുപോലെ ഈ പീക്ക് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെയായിരുന്ന പീക്ക് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അല്ല, ഇവിടെ ലാംഡ മാക്സ് ആണെങ്കിൽ അടുത്തതിൻ്റെ ലാംഡ മാക്സ് ഇവിടെയല്ലേ, ലാംഡ മാക്സ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതൊരു ടെമ്പറേച്ചറിൽ ഇത് T ടെമ്പറേച്ചർ, T1 ആണെന്ന് വെച്ചോളൂ. ഇത് T2 അല്ലേ, T2 ടെമ്പറേച്ചറിൽ. അപ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പോൾ ലാംഡ മാക്സ് കൂടുക ചെയ്യുന്നത്. ടെമ്പറേച്ചർ കുറയുമ്പോൾ ലാംഡ മാക്സ് കൂടുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ചെറിയ ടെമ്പറേച്ചറിൽ വലിയ വേവ് ലെങ്ത് എമിറ്റ് ചെയ്യുന്നത്. വലിയ വേവ് ലെങ്ത് നിങ്ങൾക്കറിയാം, വലിയ വേവ് ലെങ്ത് ചെറിയ എനർജിയാണ്. അതുകൊണ്ടാണ് ചെറിയ ടെമ്പറേച്ചർ പറയുമ്പോൾ ചെറിയ എനർജി അല്ലേ.
ചെറിയ എനർജിയിലാണ് മാക്സിമം എമിഷൻ വരിക എന്ന് പറഞ്ഞാൽ. അപ്പോൾ നോക്കൂ, ഇത് പറയുന്ന ഒരു ലോ ഉണ്ട് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ. അതിനെ നമ്മൾ വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്ന് പറയാം. വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. ആരെവിടെ ഡിസ്പ്ലേസ് ചെയ്യുന്നത്? പീക്ക് ഡിസ്പ്ലേസ് ചെയ്യാണ്. എവിടേക്ക്? ഹയർ വേവ് ലെങ്ത്തിലേക്ക്. എപ്പോൾ? ടെമ്പറേച്ചർ കുറയുമ്പോൾ. അപ്പോൾ നോക്കൂ, ടെമ്പറേച്ചർ ഇൻറ്റു ലാംഡ മാക്സ് എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആണെന്നാണ് വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. അല്ലെങ്കിൽ ലാംഡ മാക്സ് ഇൻറ്റു ടി ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും? ഈ ലാംഡ മാക്സ് കുറയും. ആൻഡ് വൈസ് വേഴ്സ, തിരിച്ചും പറയാം. അപ്പോൾ ഇതാണ് സംഭവിക്കുക. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ എന്താ സംഭവിക്കുക നോക്കൂ. ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഇഫ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ബ്ലാക്ക് ബോഡി ഈസ് ഡബിൾഡ്, ടെമ്പറേച്ചർ ഓഫ് ദ ബ്ലാക്ക് ബോഡി ഈസ് ഡബിൾഡ്, ബ്ലാക്ക് ബോഡിയുടെ ടെമ്പറേച്ചർ ഡബിൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ആദ്യം T2 ആയിരുന്നു എന്നായിരിക്കും, ഇപ്പോൾ T1ലേക്ക് വന്നു, 1000 കെൽവിനിലേക്ക് അല്ലേ. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്ന്, ഇതിൻ്റെ പീക്ക് എന്ത് ചെയ്യും? പീക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, പീക്ക് എവിടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക? ടെമ്പറേച്ചർ ഡബിൾ ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക അല്ലേ. ഹാഫ് ആകുമ്പോൾ റൈറ്റിലേക്ക്, അല്ലെങ്കിൽ ഹാഫ് ആകുമ്പോൾ അല്ലെങ്കിൽ കുറയുമ്പോൾ റൈറ്റിലേക്കാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, പീക്ക് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ചെറുതാവും അല്ലേ. അത് എങ്ങനെ നമ്മൾ പറയുക കൃത്യമായിട്ട്? നോക്കൂ, ഇത് അതിൻ്റെ ഗ്രാഫാണ് കേട്ടോ. നോക്കൂ, ഇതൊരു ബ്ലൂ സ്റ്റാർ ആണ്. 18,000 കെൽവിനിൽ എമിറ്റ് ചെയ്യുന്ന സ്റ്റാർ ആണെങ്കിൽ അതിൻ്റെ സ്പെക്ട്രം ഇത്. ടെമ്പറേച്ചർ കുറഞ്ഞു, 6,000 കെൽവിനിൽ എമിറ്റ് ചെയ്യുന്ന സ്റ്റാർ ആണെങ്കിൽ അതിൻ്റെ സ്പെക്ട്രം എങ്ങനെയായിരിക്കും? അത് കുറച്ചുകൂടി റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. പീക്ക് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനിയൊരു റെഡ് സ്റ്റാർ 4,000 കെൽവിനിലാണ് അതിൻ്റെ ടെമ്പറേച്ചർ എങ്കിൽ, 4,000 കെൽവിനാണ് ടെമ്പറേച്ചർ എങ്കിൽ അതിൻ്റെ പീക്ക് വീണ്ടും ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പോൾ ലാംഡ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ലാംഡ മാക്സും ടിയും തമ്മിലുള്ള പ്രോഡക്റ്റ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നോക്കൂ, ഇവിടെ ടെമ്പറേച്ചർ ഡബിളായി. നമ്മുടെ ക്വസ്റ്റ്യനിൽ ടെമ്പറേച്ചർ ഡബിളായി അല്ലേ, ശരിയല്ലേ. അപ്പോൾ ലാംഡ മാക്സിന് എന്ത് സംഭവിക്കണം? ഇവിടെ റൈറ്റ് സൈഡിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ സിമ്പിളായിട്ട് ആലോചിക്കാം അല്ലേ. ലാംഡ മാക്സ് എന്തായിരിക്കണം? ഹാഫ് ആകണം അല്ലേ. ലാംഡ മാക്സ് ഹാഫ് ആകണം അല്ലേ. ലാംഡ മാക്സ് ഷുഡ് ബി ഹാഫ് ഓഫ് ദ ഇനിഷ്യൽ വാല്യൂ. മനസ്സിലായി? ലാംഡ മാക്സ് എന്നുള്ളത് മുമ്പത്തെ ലാംഡ മാക്സിൻ്റെ പകുതിയാകണം. എന്നാലേ നമുക്ക് ഈ 2 കട്ട് ചെയ്ത് പോയിട്ട് കോൺസ്റ്റൻ്റ് തന്നെ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ ക്ലിയർ അല്ലേ? ടെമ്പറേച്ചർ ഡബിൾ ചെയ്യുമ്പോൾ, കാരണം ഇത് രണ്ട് പ്രോഡക്റ്റാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ഡബിൾ ആകുമ്പോൾ ലാംഡ മാക്സ് എന്താകണം? ഹാഫ് ആകണം. ഓക്കെ, ഇനി എഴുതി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ നോക്കൂ, ദ മാക്സിമം എനർജി ഡെൻസിറ്റി ഷിഫ്റ്റ്സ് ടു ദ ലാംഡ മാക്സ് ബൈ 2. ടെമ്പറേച്ചർ ഡബിൾ ചെയ്യുമ്പോൾ മാക്സിമം അല്ലേ, പീക്ക് ഓഫ് ദ എനർജി ഡെൻസിറ്റി കർവ് ഷിഫ്റ്റ്സ് ടു ലാംഡ മാക്സ് ബൈ 2. ഇത് കറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ്. ടെമ്പറേച്ചർ ഡബിൾ ചെയ്യുമ്പോൾ അല്ലെ T goes to 2T ആകുമ്പോൾ ലാംഡ എന്ത് ചെയ്യും? ദാറ്റ് goes to ഹാഫ്. കൂടുതലല്ല ചെയ്യുക. ഇതല്ല ആൻസർ, ഇതാണ് ആൻസർ. ലാംഡ മാക്സ് ബൈ 2 കുറയാണ് ചെയ്യുക. ടെമ്പറേച്ചർ ഡബിൾ ആകുമ്പോൾ ലാംഡ മാക്സ് കുറയും. ഓപ്ഷൻ അപ്പോൾ എ കറക്റ്റ് ആണ്. എ ഈസ് കറക്റ്റ്. ഇത് മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഒരു ആൻസർ അല്ല, ഒന്നിൽ കൂടുതൽ ആൻസർ ഉണ്ടാവും. പെട്ടെന്ന് ഇന്ന് എ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. ദ ഏരിയ അണ്ടർ ദ കർവ് ബിക്കം 16 ടൈംസ് ദ ഒറിജിനൽ ഏരിയ. ഈ ഏരിയ അണ്ടർ ദ കർവ് എന്താ കാണിക്കണമെന്ന് വെച്ചാൽ, ഈ കർവിനടിയിൽ ഇപ്പോൾ നമുക്കറിയാം വലിയ ടെമ്പറേച്ചറിൽ കൂടുതൽ ഏരിയ ഉണ്ട് അല്ലേ. വലിയ ടെമ്പറേച്ചറിൽ കൂടുതൽ ഏരിയ ഉണ്ട് കർവിനടിയിൽ. ചെറിയ ടെമ്പറേച്ചറിൽ ഇപ്പോൾ യെല്ലോയുടെ അടിയിൽ ഏരിയ കുറവാണ്, റെഡിൻ്റെ അടിയിൽ ഏരിയ കുറവാണ്. അപ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പോൾ ഏരിയ കുറയുന്നുണ്ട്. അപ്പോൾ ഈ ആക്ച്വലി ഈ എനർജി ഡെൻസിറ്റി എന്നുള്ളത് നോക്കൂ, എനർജി ഡെൻസിറ്റി നമ്മൾ സ്മോൾ യു ആണ് എഴുതുക. എനർജി ഡെൻസിറ്റി യു ഓഫ് ലാംഡ എന്ന് എഴുതാൻ വേണമെങ്കിൽ ഈ യു എന്നുള്ളത് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു, ഇവിടെ ഒരു ഇക്വേഷൻ ഉള്ളതാണ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ടി റേസ്ഡ് ടു 4. ഈ ഇക്വേഷൻ നമ്മൾ സ്റ്റെഫാൻസ് ലോ എന്ന് വിളിക്കുക. സ്റ്റെഫാൻസ് ലോ ഓഫ് റേഡിയേഷൻ എന്ന് വിളിക്കാം. നമ്മൾ വീൻസ് ലോ കണ്ടു, ഇവിടെ സ്റ്റെഫാൻസ് ലോ പറഞ്ഞോട്ടെ. അപ്പോൾ സിഗ്മ ടി റേസ്ഡ് ടു 4 എന്ന് പറയാം. ആക്ച്വലി ഇത് എനർജി എമിറ്റഡ് പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് ഏരിയ ആണ്, സ്റ്റെഫാൻസ് ലോ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ എനർജി ഡെൻസിറ്റിയാണ് ഏരിയ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഏരിയ അണ്ടർ ദ കർവ് റെപ്രസെൻറ്റ്സ് വാട്ട്? the energy density u of lambda, energy density. So T goes to 2T ആകുമ്പോൾ what happens to the energy density? The new energy density അല്ലെ u dash of lambda,
പുതിയ എനർജി ഡെൻസിറ്റി, അല്ലെങ്കിൽ യു ഓഫ് ലാംഡ എന്ന് എഴുതിയാലും മതി. പുതിയതെന്ന് കാണിക്കാൻ ഞാൻ യു ഡാഷ് ഓഫ് ലാംഡ എന്ന് എഴുതി. വാട്ട് ഹാപ്പൻസ് ടു ദാറ്റ്? ഇവിടെ ടി റേസ് ടു 4 അല്ലേ, അപ്പോൾ ടെമ്പറേച്ചർ 2T ആകുമ്പോൾ അത് റേസ് ടു 4 അല്ലേ. ഒരു അഡീഷണലി നമുക്കിതെന്താ കിട്ടുക? 2 റേസ് ടു 4 എന്ന് പറയുമ്പോൾ 16 അല്ലേ, 16 ഇൻറ്റു ടി റേസ് ടു 4 എന്നല്ലേ വരിക. അപ്പോൾ 16 ടൈംസ് അല്ലേ, 16 ടൈംസ് സിഗ്മ ടി റേസ് ടു 4, അല്ലെങ്കിൽ 16 ടൈംസ് പഴയ എനർജി ഡെൻസിറ്റി യു ഓഫ് ലാംഡ ആയിട്ട് മാറി. സോ അപ്പോൾ ഏരിയ, അപ്പോൾ യു ഓഫ് ലാംഡ ഏരിയ ആണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഏരിയ 16 ടൈംസ് ഇൻക്രീസ് ചെയ്യും. കർവിനടിയിലുള്ള ഏരിയ, ടെമ്പറേച്ചർ ഡബിൾ ചെയ്യുമ്പോൾ കർവിനടിയിലുള്ള ഏരിയ 16 ടൈംസ് ഇൻക്രീസ് ചെയ്യും. നമ്മൾ വരയ്ക്കുന്നൊന്നും അത്ര പ്രൊപ്പോർഷണൽ ആയിട്ടല്ല, അത്രയും ഡിഫറൻസൊന്നും നമ്മൾ കാണിക്കുന്നില്ല. പക്ഷേ 16 ടൈംസ് ഇൻക്രീസ് ചെയ്യും. അത് നമ്മൾ സ്റ്റെഫാൻസ് ലോ എന്നാണ് പറയുന്നത്. ബിയും കറക്റ്റാണ്. അപ്പോൾ ഇവിടെ എയും ബിയും കറക്റ്റാണ്. എ ആൻഡ് ബി ആർ കറക്റ്റ്. ഇതാണ് ഈ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് അല്ലേ. എ ആൻഡ് ബി ആർ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എയും ബിയും കറക്റ്റാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ ഡബിൾ ആകുമ്പോൾ വേവ് ലെങ്ത്ത് പകുതിയാവും അല്ല. ടി ഇൻറ്റു ലാംഡ മാക്സ് കോൺസ്റ്റൻ്റ് ആണ്. പീക്ക് വരുന്ന വേവ് ലെങ്ത്ത് അല്ലെങ്കിൽ ലാംഡ മാക്സ് പകുതിയാവും ടെമ്പറേച്ചർ ഡബിൾ ചെയ്യും. അതേസമയം ഏരിയ കൂടും, കർവിനടിയിലുള്ള ഏരിയ കൂടും. അത് എത്ര കൂടും? ടി റേസ് ടു 4 പ്രൊപ്പോർഷനാണ് എനർജി ഡെൻസിറ്റി. ഏരിയ റെപ്രസെൻറ്റ്സ് എനർജി ഡെൻസിറ്റി. ടി റേസ് ടു 4 ആയതുകൊണ്ട് അത് 2 ടൈംസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ 2 റേസ് ടു 4 ടൈംസ് ഏരിയ ഇൻക്രീസ് ചെയ്യും എന്ന് പറഞ്ഞാൽ 16 ടൈംസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബ്ലാക്ക് ബോർഡ് റേഡിയേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നമ്മുടെ IIT ജാമിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. വേറൊരു ക്വസ്റ്റ്യനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.